ഇന്ന് നമ്മളൊരു മീൻ മപ്പാസാണ് റെഡിയാക്കുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു മപ്പാസ് എന്ന് പറയുമ്പോൾ പിന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ശരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു മപ്പാസ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു മപ്പാസ് റെഡിയാക്കാനായിട്ട് മീഡിയം വലുപ്പത്തിലുള്ള 3 കരിമീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം ഈ മീനിനെ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ സാധാരണ മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മസാല ചെയ്യുന്നില്ല, അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. ഈ ഒരു മപ്പാസിനോ അല്ലെങ്കിൽ ഫിഷ് മോളിക്കൊക്കെ വേണ്ടി ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് മസാല വേണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മീനിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കണം. ഒരുപാട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാടൊന്നും വേണ്ട. ഈ ഒരു മസാല കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. 3 മീനിലേക്കും കറക്റ്റ് എത്തുന്ന രീതിയിൽ തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ആ മീൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫുള്ളായിട്ട് വെന്ത് കിട്ടുന്നവരെ മുഴുവൻ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ടിട്ട് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവുന്ന വരെ മാത്രം ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു വശം അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്, അടുത്ത ഭാഗത്തേക്കും കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. ഇപ്പോൾ ഈ മീൻ 2 ഭാഗം അത്യാവശ്യം വേണ്ട രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 3 മീനും ഫ്രൈ ആക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. മീൻ വറുത്തെടുത്ത ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചെടുത്തതാണ്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം അങ്ങ് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഫസ്റ്റ് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു മണം കിട്ടിക്കോളും നമ്മൾ ഈ ഒരു കറി റെഡിയാക്കുന്ന സമയത്ത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒരു 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നീളത്തിൽ മുറിച്ചിട്ടുള്ള ഇഞ്ചിയാണ്. അത്യാവശ്യം വലിയൊരു പീസ് എടുത്തിട്ട് നീളത്തിലൊന്ന് മുറിച്ചെടുത്താൽ മതി. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി എരിവിനായിട്ടുള്ള പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 പച്ചമുളക് എടുക്കാം കേട്ടോ, എരിവ് നോക്കിയിട്ട്. കാരണം ഇത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന കറിയാണ്. പിന്നെ അതുമാത്രമല്ല മുളക് പൊടി ഒന്നും കാര്യമായിട്ട് ചേർക്കുന്നില്ല, ഇത്തിരി കുരുമുളക് പൊടി ഇനി ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ കാര്യം എരിവ് ഓരോരുത്തർക്ക് എത്ര വേണോ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എടുത്ത മുളക് അത്രയ്ക്ക് എരിവില്ല, എന്നാൽ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് എടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ആ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിൽ മുറിച്ചെടുത്തതാണിത്. അത്യാവശ്യം വലിയ 2 സവാള. അത് ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ടൊന്നെങ്കിൽ ഞെരടിയിട്ട് ഇടുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഉള്ളി. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് റെഡിയായി കിട്ടിക്കോളും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴന്ന് വന്നോട്ടെ. ഉള്ളി ഈ ഒരു രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരുപാട് മസാലപ്പൊടികളൊന്നുമില്ല, വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ആദ്യം അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി ആദ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി. ഒരുപാട് മുളക് പൊടി വേണ്ട, കാരണം ഈ ഒരു മീൻ മപ്പാസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ചുവപ്പ് കളർ എന്നാൽ ഒരു മഞ്ഞ കളർ, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ സാധാരണ ഫിഷ് മോളിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുളക് പൊടി ഒഴിവാക്കിയിട്ട് നല്ലൊരു മഞ്ഞ കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി കൂടെ ആവാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, പക്ഷെ ഒരുപാട് കൂടുതൽ വേണ്ട. എന്നിട്ട് ഈ മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വലിയൊരു തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതി തക്കാളി സമയത്ത് ചേർക്കുക. പിന്നെ ലാസ്റ്റ് നമ്മളൊരു ഇത്തിരി വട്ടത്തിൽ മുറിച്ചിട്ടിട്ടും തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു തക്കാളി മുറിച്ചിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്നങ്ങ് വഴന്ന് വരട്ടെ. തക്കാളി ഇതാ ഇതുപോലെ നന്നായിട്ട് വഴന്ന് ഉടഞ്ഞു വരണം, മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ആവുന്ന രീതിയിൽ. കാരണം നമ്മൾ ബാക്കി കുറച്ച് തക്കാളി ലാസ്റ്റ് ചേർക്കുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഏകദേശം ഒരു 1 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പൊക്കെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ഒരു 1/2 കപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇത് മൊത്തത്തിലൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർക്കണം. കാരണം നമ്മൾ ആദ്യം ഉള്ളിലേക്കുള്ള ഉപ്പ് മാത്രമാണല്ലോ എടുത്തിട്ടുള്ളൂ. ഈ ഒരു മപ്പാസിന് ചെറിയൊരു പുളിയുടെ ടേസ്റ്റ് കിട്ടാൻ 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1-1.5 ടീസ്പൂൺ പുളി നോക്കിയിട്ട് ഒഴിക്കാം. ഇനിയിപ്പോൾ വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതിൻ്റെ മുൻപ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചെറിയൊരു പീസ് കുടംപുളി ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ആ കുടംപുളിയുടെ ടേസ്റ്റിൽ വിനാഗിരിയുടെ ടേസ്റ്റ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അതുപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ പുളി നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അത് 3 ഇട്ട് കൊടുക്കുക. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പൂണോ തവിയൊന്നും വെച്ച് ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കരുത്. കറി ജസ്റ്റ് ഇതുപോലെ ചട്ടി ഒന്ന് അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി. കാരണം ആ മീൻ ഉടഞ്ഞു പോകാതിരിക്കും. കരിമീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ആദ്യമേ ഫ്രൈ ചെയ്തിട്ടുള്ളത്. എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ചേർത്തിട്ട് കറി അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ. ഞാനിപ്പോൾ ഇവിടെ കരിമീൻ എടുത്തുന്നേ ഉള്ളൂ. മപ്പാസ് കരിമീൻ കൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മളെ കയ്യിൽ ഏത് മീനാണുള്ളത്, ഇഷ്ടമുള്ള ടേസ്റ്റുള്ള മീൻ ഏതാന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ടൊക്കെ മപ്പാസ് ചെയ്യാം കേട്ടോ. പിന്നെ കരിമീനൊക്കെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ ടേസ്റ്റ്, കരിമീൻ മപ്പാസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പോപ്പുലർ, അത്രയേ ഉള്ളൂ. ഏത് മീൻ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. കറി ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ചട്ടി ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് കുറുകി മീനിലേക്കൊക്കെ നന്നായിട്ടൊക്കെ പിടിച്ച് വരുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കുറുകൽ കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ അരക്കപ്പ് തേങ്ങാപ്പാൽ കൂടെ ഇനി ഇത്തിരി കൂടെ ലാസ്റ്റ് ഒഴിക്കാനുള്ള, അപ്പോൾ പാകത്തിനുള്ള ഗ്രേവി ആയിക്കോളും. ഈ സമയത്ത് തക്കാളി വട്ടത്തിൽ എരിഞ്ഞത് ഒരു 4-5 പീസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കറി സെർവ് ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു തക്കാളി ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുത്താൽ തന്നെ ആ ഒരു ചൂടിലിരുന്നിട്ട് പാകത്തിന് വേവായിക്കോളും. മൊത്തത്തിലൊന്നങ്ങ് ഇങ്ങനെ ഇതുപോലെ ചുറ്റിച്ചാൽ മതി. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരു അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു നോക്കുമ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കറക്റ്റ് ഒരു അരക്കപ്പ് ആണ് എടുത്തിട്ടുള്ളത്. 125 ml അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ആ പാലൊന്ന് അങ്ങ് ചൂടായി കിട്ടിയാൽ മതി. ആ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ ശേഷം അങ്ങനെ ചൂടായി കിട്ടിയാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതുപോലെ മൊത്തത്തിലൊന്നങ്ങ് ഇളക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻ മപ്പാസ് ഇത്രയേ ഉള്ളൂ, ഇതുപോലെ അങ്ങ് സെർവ് ചെയ്യാം. അതല്ല ഒരു ഇത്തിരി ഉലുവയൊക്കെ ഒന്ന് വറുത്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഒരു ഇത്തിരി ഉലുവയൊക്കെ ഒന്ന് വറുത്തിടുന്നുണ്ട്. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട. എണ്ണ ചൂടാകുമ്പം ഒരു 2 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 4-5 ചെറിയുള്ളി, ചുവന്നുള്ളി ഇതുപോലെ മുറിച്ചിട്ട് അതുകൂടെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരി ഇഞ്ചി നീളത്തിൽ മുറിച്ചതും വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് പ്രത്യേകിച്ച് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം കറിയിലേക്ക് ഇടാൻ വേണ്ടി എടുക്കുന്നതിൽ ഒരു ഇത്തിരി മാറ്റി വെച്ചാൽ മതി. നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ എണ്ണയിൽ ലാസ്റ്റ് മൂപ്പിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഇത്തിരി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്യാപ്സിക്കാണ്. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ മുറിച്ചത് ഈ ഒരു സമയത്ത് എണ്ണയിൽ ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടും. ചില റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടില്ല ഈ ഒരു രീതിയിൽ ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു ഇത്തിരി കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം വേണം നിർബന്ധമില്ല, പക്ഷേ ആ ഒരു റെസ്റ്റോറൻറ്റ് ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കറിക്ക് ഉണ്ടാവുക. ക്യാപ്സിക്കം ആകുമ്പോൾ പിന്നെ ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ തന്നെ മതിയാകും. ഇത്രയും ആക്കി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ലാസ്റ്റ് ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എണ്ണയിൽ ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കുമ്പം ആ ഒരു കാണാനുള്ള ഭംഗി അതാണ് കേട്ടോ, ഒരു സെർവ് ചെയ്യുമ്പോഴുള്ള ഭംഗി. അപ്പോൾ ഇത് മൊത്തത്തിലൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിക്കും, പക്ഷേ അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. രണ്ടും കൂടെ ആവുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ ആദ്യം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കറി ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വഴറ്റി മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ കറി സെർവ് ചെയ്യാം കേട്ടോ. ഈ ഒരു ചൂടിൽ തന്നെ നമ്മൾ സാധാരണ മീൻകറി പോലെ പഴകുന്നതിനനുസരിച്ച് ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നമ്മൾ മുളകിട്ട മീൻകറിയൊക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് പഴകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. പക്ഷേ ഈ ഒരു മപ്പാസൊക്കെ ആവുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു ഫ്രഷോട് കൂടെ കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. പ്രത്യേകിച്ച് കരിമീനൊക്കെ ആവുന്ന സമയത്ത് ഗ്രേവിയിൽ കുറേ നേരം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കി ഉടനെ തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇപ്പോൾ ഈ ഒരു മപ്പാസ് ഞാനിവിടെ പത്തിരിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. പത്തിരി ഇത് നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെയാണ് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ കറിയാണ് കേട്ടോ ഈ ഒരു മപ്പാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു മപ്പാസ് എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും. എന്നാലും ഈ ഒരു രീതിയിൽ ക്യാപ്സിക്കൊക്കെ ചേർത്ത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്